ശുഭനാർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായല്ലേ എല്ലാവരും എന്നെ കണ്ടിട്ട്. കുറേ ആൾക്കാർ വന്ന് വാട്സപ്പിൽ പറയുന്നുണ്ട്, ശുഭേ എന്തിയെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും ആ സംസാരം കേട്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞു കേട്ടോ ഇന്നലെയൊക്കെ. പിന്നെ നമ്മുടെ ബീന ചേച്ചി എന്നെ ഒരു ദിവസം കണ്ടില്ല എപ്പോഴും വരുമല്ലോ, അതെടുത്ത് പറഞ്ഞാൽ. ഇപ്പം 2-3 ദിവസമായെന്ന് എല്ലാവരും പറയുന്നത്. 3 ദിവസമായോ ഞാൻ വീഡിയോ ഇട്ടിട്ട്? 3 ദിവസമായോ? എന്തായാലും കുറച്ച് കാര്യങ്ങൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇടാനായിട്ട് നമുക്കൊരു സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തു വരണ്ടേ. ഇത് ഇന്നലെ എല്ലാം ഓരോ സ്ഥലത്തൊക്കെ പോയി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ പറ്റിയില്ല, വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. എന്നാലും ഹസ്ബൻഡ് ഇടയ്ക്ക് ചോദിച്ചു കേട്ടോ, വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നാലും എനിക്ക് പറ്റിയില്ല, വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നിങ്ങളിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും എപ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ പറയും കറുത്ത പാടുകളൊക്കെ മാറും, കറുത്ത കുത്തുകളൊക്കെ മാറും, കണ്ണിനടിയിലെ കറുപ്പ് മാറും, ചുണ്ടിനടിയിലെ കറുപ്പ് മാറും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ പറയുന്നത്. പക്ഷേ ഇന്നത്തെ പായ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പം കുളി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം അതുകൊണ്ട് ഇനി മുഖത്ത് മേക്കപ്പൊന്നുമില്ല, എന്നാലും കുളി കഴിഞ്ഞ ഉടനെ ഇനിയിപ്പം കഴുത്തേലും എല്ലാം അങ്ങ് തേച്ചാൽ നിങ്ങൾ എന്ത് മുഖത്തിട്ടാലും കഴുത്തേലും കൂടെ ചെയ്തോണം. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ എന്നാണെന്നറിയോ, കുഞ്ഞു പിള്ളേർക്കൊക്കെ കുറുക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമില്ലേ, നമ്മുടെ റാഗി ഉള്ളിലേക്ക് കഴിച്ചാലും പുറമേ പുരട്ടിയാലും എല്ലാം അതിൻ്റെ ഗുണങ്ങൾ, റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരെയും പറഞ്ഞത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ റാഗിയെ നമ്മൾ ഇന്ന് ആ ഒരു പായ്ക്കാണ് നമ്മുടെ മുഖത്തിടാൻ പോകുന്നത്. നിങ്ങൾ 10 ദിവസം അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കിക്കേ. ഈ പായ്ക്കുകളൊക്കെ എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ കുഞ്ഞു പിള്ളേരുടെ വായിലിങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ ഇവിടെയൊക്കെ പറ്റത്തില്ലേ, അത് ഒരു കുഴപ്പമില്ല. അത് നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് നല്ല കളർ വരാനും വെളുപ്പ് വരാനും ഒക്കെ അന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലോട്ട്, എൻ്റെ അഞ്ചനെക്കൂട്ടനൊക്കെ വലിയ ആൾ ഇങ്ങനെ ഒരു 3 മാസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഭയങ്കര വണ്ണമായിരുന്നു കേട്ടോ. എന്നിട്ട് ആദ്യമേ കുഞ്ഞുണ്ടായി കുറച്ച് 28ഒക്കെ ആയപ്പോഴത്തേനും വണ്ണം ചുട്ടിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങളെ ആയിരുന്നു ഇഷ്ടം. അപ്പം എന്നോട് പറയും, കൊച്ചിനിങ്ങനെ ആഹാരം കൊടുത്ത് ഇങ്ങനെ വണ്ണം വെപ്പിച്ചു. പക്ഷെ വലുതായപ്പം വണ്ണം അവൾ എന്നെ കൊല്ലാൻ വരും, അമ്മ എന്നെ ഇങ്ങനെ കുത്തിത്തീറ്റിച്ചിട്ടാ വണ്ണമായി ഇപ്പം കുറയാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കും ഇതുപോലെ വണ്ണമായിരുന്നു. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ബോധ്യമാകും, നമുക്കിങ്ങനെ വണ്ണമാണ്, നമുക്കിങ്ങനെ വണ്ണം കുറയ്ക്കണം, മുന്നോട്ട് വണ്ണം ചീത്തയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പോകും. ഞാൻ പറഞ്ഞു, അത് നിനക്ക് ബോധ്യമായെങ്കിൽ നീ അത് കുറയ്ക്കാൻ പറയും, അങ്ങനെ പറയും കേട്ടോ എപ്പോഴും. പക്ഷേ വണ്ണമെന്ന് പറയുന്നൊരു പാരമ്പര്യമായിരിക്കും. അതുകൊണ്ട് ഇപ്പം ചെറുതിനും വണ്ണത്തിലോട്ടാകുന്നുണ്ട് ഈ ഒരു +2 അല്ല ഈ ഒരു സമയം. അതുകൊണ്ട് അത് പക്ഷേ എക്സസൈസ് ചെയ്യും കേട്ടോ. മറ്റേത് വലിയ മോൾക്ക് അതൊക്കെ വലിയ മടിയുള്ള കാര്യമാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കും, പക്ഷേ എക്സസൈസും കാര്യങ്ങളൊക്കെ വലിയ മടിയാണ്. പിന്നെ ഇങ്ങനെ റാഗിയുടെ ഈ ജ്യൂസും ഞാൻ കുടിക്കുന്ന പോലെയൊക്കെ കൊണ്ടുകൊടുത്താൽ ഒന്നും കുടിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ ഒരു പ്രായമാകുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിക്കോളും, അപ്പോൾ എല്ലാം ശരി ആയിക്കോളും എന്നൊക്കെ പറയാമല്ലോ. അതിപ്പോൾ എന്ത് ചെയ്യാനാണ്, കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമുക്ക് കൊടുക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. അപ്പം കുടിക്കുക, എല്ലാം ഒരു പ്രായമാകുമ്പോൾ എല്ലാം ബോധ്യമാകും. ഇങ്ങനെ നമുക്ക് ഇതാകണം, വണ്ണം കുറയ്ക്കണം, നമ്മുടെ ആരോഗ്യം നോക്കാൻ വേണ്ടി നമ്മുടെ വണ്ണം ഒരുപാട് വരുന്ന നമുക്ക് അഴുക്കാണ്, അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ, ഈ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെ ഒത്തിരിയും പിള്ളേർക്ക് ഇപ്പം ജിമ്മിൽ പോവുകയും അങ്ങനെ ഒത്തിരി സൂംബ ഡാൻസിന് എത്ര നാളെ ഞാൻ വിട്ടതാണെന്നറിയാവോ. കുറേ ദിവസം ഇങ്ങനെ അടുപ്പിച്ചു പോയി, പിന്നെ പോയില്ല. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ 3 പേരോട് ഇവിടെ കിടന്ന് ചാടുമായിരുന്നു. അവൾ പഠിച്ചിട്ട് വരും, ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ കിടന്ന് കളിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇനി കുറയാനൊന്നുമില്ല, എനിക്ക് വണ്ണം കുറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് കൂടുതലായിട്ടുള്ള കൊഴുപ്പുകൾ, വയറിലെ കൊഴുപ്പുകൾ, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുത്താലേ ഉള്ളൂ നമുക്ക് എന്തൊക്കെ നമ്മുടെ പുറമേ നമ്മൾ എന്തൊക്കെ പുരട്ടിയാലും നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതും കൂടെ നല്ല വൈറ്റമിൻസ് അടങ്ങിയതും ഇതൊക്കെ നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് സഹായിക്കുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ സ്കിന്നിലിടുന്ന പായ്ക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ റാഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം റാഗി നമ്മൾ പൊടിയായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതൊന്ന് തെള്ളിയെടുക്കണം കേട്ടോ. അതായത് കോള് വരുന്നതാണ്.
എപ്പോഴും പറയുന്നതല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെയൊക്കെ ഞാൻ കുറേ പേരുടെയൊക്കെ കോൾ എടുത്ത് കേട്ടോ. ദയവ് ചെയ്ത് വിളിക്കരുതേ നിങ്ങൾ ആരും. എല്ലാവരും വാട്സപ്പിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ കുറേ അധികം വാട്സപ്പിൽ വരുമ്പോൾ മാത്രമാണ്, അപ്പം ചിലർ പറയും വാട്സപ്പിൽ എന്താണ് റിപ്ലൈ തരാൻ, കട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ വാട്സപ്പിൽ എന്താണ് റിപ്ലൈ തരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. അത് എന്തെങ്കിലും കാരണങ്ങളോ ഒരുപാട് ഇങ്ങനെ മെസ്സേജുകളോ വരുമ്പോൾ മാത്രമാണ് ചെറിയ താമസം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പായ്ക്കെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ അതൊന്ന് തെള്ളി എടുക്കണം കേട്ടോ. തെള്ളി എടുത്തിട്ട് അതിൻ്റെ പൊടി എടുക്കണം കേട്ടോ. നമ്മളൊരു ബൗൾ എടുക്കുക, റാഗിയുടെ പൗഡർ എടുക്കുക. അഥവാ ഫുള്ളോടെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് റാഗി എടുക്കേണ്ടതെന്ന്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ എടുക്കത്തില്ല, അതുപോലെ തന്നെ എടുത്താൽ മതി. നല്ലപോലെ അരിച്ച് 2 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുക്കണം. എന്നിട്ട് അത് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ. സ്കിന്നെ തേക്കാനായിട്ട് അത് കുഴയാൻ ആവശ്യമായിട്ട് കുറച്ച് പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട്, ഇനിയാണ് ഒരു പ്രധാന കാര്യം. നമ്മൾ നാരങ്ങാനീര് മുഖത്തേക്ക് നേരിട്ട് തേക്കുന്നതിനോട് ഒട്ടും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും പറയും നാരങ്ങാനീര് എന്തിൻ്റെയെങ്കിലും കൂടെ തേച്ചാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. എങ്കിലും നാരങ്ങാനീര് ഒരു ആസിഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റാഗിയും പാലും നാരങ്ങാനീരും കൂടെ ഒരു 10 ദിവസം അടുപ്പിച്ച് മുഖത്തിട്ട് നോക്കിക്കേ, നിങ്ങൾക്ക് നല്ല മാറ്റം വരും. നല്ല സ്കിന്നിന് നല്ലൊരു മാറ്റം വരും. ഒരുപാട് നാരങ്ങാനീര് ഒഴിക്കരുത്. ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു 5-6 തുള്ളി പാലും ഉണ്ടല്ലോ ഇതിനകത്ത്, പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മുഖത്തെല്ലാം തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചെറിയൊരു മസാജും കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ പ്രത്യേകിച്ച് കഴുത്തേലും കൂടെ കൂട്ടിയിടണം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വരൾച്ച ഉള്ള ഒരു കാലാവസ്ഥയാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഡ്രൈ ആയിരിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. ഒക്ടോബറായി, നവംബർ, ഡിസംബർ അറിയാമല്ലോ, ഈ സമയം മഞ്ഞുകാലം വരാറായി. ഏറ്റവും സ്കിന്നിനെ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് റാഗി, പാല്, നാരങ്ങാനീര് ഇത് 3 കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ശകല നേരം ഒന്ന് മസാജ് ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെറും വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് അലോവേര ജെല്ലാണെങ്കിലും ഫ്രഷ് അലോവേരയുടെ ഒരു ചെറിയ കഷ്ണമാണെങ്കിലും എന്താണെങ്കിലും റാഗി ഇങ്ങനെ അരിപ്പൊടി, റാഗി, മുൾട്ടാണി മിട്ടി ഇതൊക്കെ ഒരു വരൻ ഡ്രൈ സ്കിന്നിനെ ആക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് പാലൊഴിക്കുന്നത്. പക്ഷേ അതിനകത്ത് കളർ കൂട്ടാൻ വേണ്ടി നമ്മൾ നാരങ്ങാനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ അലോവേരയുടെ പീസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് ഇച്ചിരി മോയ്സ്ചറൈസിങ് കൂടെ കൊടുക്കണം. എങ്കിലേ ഉള്ളൂ ഈ പായ് കിട്ടുക അപ്പോൾ ഒരു പൂർണ്ണത വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഓയിൽ 2-3 തുള്ളി എടുത്ത് മുഖത്ത് തേച്ച് കൊടുത്താലും മതി. അപ്പം നല്ല മോയ്സ്ചറൈസർ ആകട്ടോ നമ്മുടെ ഓയിൽ. പിന്നെ എനിക്കുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരുപാട് ആൾക്കാർ കരിമംഗല്യം മാറി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലിന് അങ്ങനെ ഒരു നമ്മൾ 3 മാസമാണ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കരിമംഗല്യം നമ്മുടെ ഓയിലിന് കരിമംഗല്യം പൂർണ്ണമായിട്ടും മാറുമെന്നും പറഞ്ഞ് കുറേ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ. അത് കഴിഞ്ഞ് എൻ്റെ വാട്സപ്പിൽ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു കേട്ടോ, ശുഭേ 3 മാസം അല്ലെ 2.5 മാസം ആകുമ്പോൾ തന്നെ നല്ല മാറ്റം വരുന്നുണ്ട് ശുഭേ, കരിമംഗല്യം നന്നായിട്ട് മാറുന്നുണ്ടെന്നും പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ. ദൈവമേ, എല്ലാവരുടെ മുഖത്തെ മാറട്ടെ. ചിലരൊക്കെ പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവായ ക്രീമുകൾ ഡോക്ടേഴ്സ് എഴുതി തരുന്നത്, അതൊക്കെ തേച്ചിട്ട് മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല, നമ്മുടെ ഓയിൽ തേച്ച് പിന്നെ നല്ല മാറ്റമുണ്ടെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. എന്തായാലും വളരെ 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 സന്തോഷം കേട്ടോ. കോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു നമ്മുടെ ഇത്രയും ചുരുക്കം ഈ 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റിനുള്ളിൽ എത്ര കോൾ വരുവാന്ന് ഒന്ന് വിചാരിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ എടുക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ആദ്യമൊക്കെ പിണക്കം ഉണ്ടായിക്കണത് ഇപ്പം വരുന്നുണ്ട്. ആ ഒരു ഒറ്റ നമ്പരെന്നാണ് വരുന്നത്, ലാസ്റ്റ് 61 നമ്പറിൻ്റെ ആ ഒരു നമ്പരെയും തന്നെയാണ് ഇങ്ങനെ തിരുതരുന്ന കോൾ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും കളതരമാണോ പറയുന്നതെന്ന് വിചാരിച്ച് നോക്കിക്കുക. പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ അടി ഒത്തിരി പേര് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തിനു വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായ്ക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു പായ്ക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്കിന്നിൽ ഇടാറുള്ള പായ്ക്കാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ഒന്നും ഞാൻ ഒരു 3-4 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു കേട്ടോ, വൈകുന്നേരം. അതായത് പിള്ളേർ മക്കളും ഇടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള മുഖത്തിട്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ എന്നാ കുറച്ച് നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മുടെ സ്കിന്നിൻ്റെ അങ്ങേയറ്റത്തെ കളറായിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുവാണ്. പക്ഷേ നമ്മൾ 2-3 ദിവസം വെയിലത്ത് നമ്മൾ സ്ഥലത്തൊക്കെ പോകേണ്ടി വന്നു. അപ്പം നമ്മൾ വണ്ടിയിലാണെങ്കിൽ കൂടി നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നല്ലതായിട്ട് സൺ ടാൻ നമ്മുടെ ദേഹത്തേക്ക് അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ചൂടായിപ്പോൾ അല്ലേ. ഇനിയിപ്പം രാവിലെ രാത്രിയിലൊക്കെ ചെറിയൊരു തണുപ്പും പകൽ ഭയങ്കര ചൂടുമായിട്ടുള്ള കാലാവസ്ഥയാണ് വരുന്നത്. അപ്പം എല്ലാവരും സ്കിന്നിനെ നന്നായിട്ട് സൂക്ഷിക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ തേച്ച് വെച്ചുകൊണ്ട് വെയിലത്തോട്ട് ഇറങ്ങരുത്.
പിന്നെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ, രാത്രി കിടക്കാൻ നേരം അങ്ങ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുവാന്ന് കേട്ടോ. എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിനെ രാത്രിയിൽ ശ്വസിക്കാൻ വിടണമെന്നാണ് പറയുന്നത്. സ്കിന്ന് ഇങ്ങനെ ഒന്നും തേച്ചുകൊണ്ട്, പക്ഷേ നമ്മുടെ ആയുർവേദിക് ഇതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും, തേച്ചവർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞാൽ അവർ പറയുന്നത്. അപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് കഴുകി കളയുമ്പോഴാണ് കൂടുതൽ ഗ്ലോ വരുന്നത് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിയിലും തേച്ചുകൊണ്ട് കിടക്കുന്നവർ തേച്ചുകൊണ്ട് കിടക്കട്ടെ, അല്ലേ എനിക്കൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ. ഓയിൽ രാത്രി തേച്ചുകൊണ്ട് കിടക്കുക, ഒരു 7:30 ആകുമ്പോൾ തേച്ച് ഒരു 9 മണിയാകുമ്പോൾ നമുക്ക് പരിപാടിയിട്ട് കഴുകി കളയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എപ്പോഴാണ് ഓയിൽ തേക്കേണ്ടത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പഴയ വീഡിയോസൊക്കെ ലിങ്ക് ഇട്ട് കൊടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കുറച്ചൊക്കെ അവരവരുടെ ആൻസറും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്താണ് പോകുന്നത്. കാരണം അതുപോലെ വന്നേച്ച് വാട്സപ്പിൽ ചോദിക്കേണ്ടത് എപ്പോഴാണ് തേക്കേണ്ടത്, എങ്ങനെയാണ് തേക്കേണ്ടത്, മസാജ് ചെയ്യുന്ന കാര്യമൊക്കെ എത്ര പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഷോർട്സിൽ വിട്ടിട്ടുണ്ട്. അതൊക്കെ താഴേക്കൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല, ശുഭയൊന്നും പറഞ്ഞതായോ അല്ലെങ്കിൽ കിട്ടതായോ ഒന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഒരു കാരണവശാലും നമ്മുടെ ഓയിൽ തേച്ചുകൊണ്ട് വെയിലത്തോട്ട് ഇറങ്ങരുത്. നമ്മുടെ ഓയിൽ തേച്ചുകൊണ്ടും തുണി വിരിക്കാനോ അങ്ങനെ ഒന്നും വെയിലത്തോട്ട് ഇറങ്ങരുത്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടല്ലോ ടെറസിൽ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കുറേ കോവയ്ക്ക കിട്ടി കേട്ടോ. ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞി കോവയ്ക്ക ആകുമ്പോൾ മെഴുകട്ടയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് വലുതായതുകൊണ്ട് എനിക്ക് വലുതായത് ഇഷ്ടമില്ല. പക്ഷേ വലുതായാലും ഈ കോവയ്ക്ക ഉണ്ടല്ലോ, വലുതായാലും ചിലതിങ്ങനെ നമ്മൾ ഒടിക്കുമ്പോൾ ഇത് ഒടിയുന്നില്ല, ഇതിൻ്റെ അകം ചുമപ്പ് വരത്തില്ലേ, പക്ഷേ ഇതിൻ്റെ അകം നല്ല വെളുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് മെഴുകട്ടയൊക്കെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞത് എനിക്കിഷ്ടം. അതിനെ വളരാൻ അനുവദിച്ചില്ല, ദോഷമോ അല്ലേ. ഇതിലും വലുതാകും കേട്ടോ. പക്ഷേ എനിക്ക് ഇതുപോലത്തെ കുറേ കുഞ്ഞു കിട്ടി. ഈ ടെറസിലേക്കുള്ള കുറച്ച് ഭാഗത്തുനിന്ന് കിട്ടിയതാണ് ഇത്രയും കേട്ടോ. അപ്പോൾ നാളെ വല്ല മെഴുകുവരട്ടി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ കാണാതെ എല്ലാവർക്കും സങ്കടമായി, 3 ദിവസം കാണാതിരുന്നപ്പോഴത്തേനും ഒത്തിരി പേര് വാട്സപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം അല്ലെങ്കിൽ വീഡിയോ ഇടാനായിട്ട് നമുക്കൊരു കറക്റ്റ് സമയം, ഒരു അങ്ങനെ ഒരു സമയം വെക്കണം. അത് ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളത്, എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇടുന്ന കേട്ടോ വീഡിയോ. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞ സമയം. അപ്പോൾ ഞാൻ താഴേക്ക് പോട്ടെ. ഇപ്പോൾ ഒരു ത്രെഡിങ് കോച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയല്ല, താഴെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. പിന്നെ ഞാനൊരു കാര്യം ഓർത്തായിരുന്നു നിങ്ങളുടെ അടുത്ത്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ ഓയിൽ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ സെപ്റ്റംബർ 11, 12, 13 ഓണത്തിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ, ഓണത്തിൻ്റെ ആ സമയം അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ വന്ന് പറയണം കേട്ടോ. ഞാൻ ഇന്ന് ഒരുപാട് പേരുടെ പഴയത് നോക്കി ആരുടെയെങ്കിലും ഉണ്ടോ പിന്നെ പറഞ്ഞവരുടെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലവരുടെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ വരുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓയിലിന് ബുക്ക് ചെയ്തെങ്കിൽ ഫോണൊന്ന് അടുത്ത് വെക്കുക കേട്ടോ. വിളിച്ചാലൊന്ന് കിട്ടുന്ന രീതി ഉടനെ അവിടെ നിന്ന് എന്നെ വിളിക്കാൻ DTDC ചെയ്യുന്നുണ്ട്. പിന്നെ ആ നമ്പർ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അപ്പോഴും ചിലരൊന്നും കിട്ടുകയില്ല. പിന്നെ ഞാൻ വാട്സപ്പിലിടും ഇങ്ങനെ DTDC വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കണേന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലർക്കൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നിടത്ത് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഫോണൊന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന രീതി വെക്കണം. പിന്നെ അത് തിരിച്ചയക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും കൊറിയർ ചാർജ് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം മുൻപൊക്കെ ഒരുപാട് പേരുടെയൊക്കെ ഞാൻ അങ്ങനെ വിടുമായിരുന്നു. കാരണം നമുക്ക് തേങ്ങയ്ക്ക് വില കൂടി, തേങ്ങയ്ക്ക് ഭയങ്കരമായിട്ട് വില കൂടി. ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയാണ് തേങ്ങ വാങ്ങിച്ചത്. എങ്കിലും എത്രയാണ്, 1 കിലോ 54 രൂപ എങ്ങാണ്ടായിരുന്നു. നമ്മുടെ ഓയിലിന് ഏറ്റവും ആവശ്യം തേങ്ങയാണ് വേണ്ടത്. തേങ്ങ അത് വെളിച്ചെണ്ണ ആക്കി എടുക്കണമെങ്കിൽ തേങ്ങയ്ക്ക് ഭയങ്കര വിലയായി. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല വിലയായി. അതിനോട് രണ്ടാമത് കൊറിയർ ചാർജും കൂടെ 75 രൂപ കളയിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പം ഓയിലിന് ഇടുന്നവരെല്ലാവരും അടുത്ത് ഫോൺ വെച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കാരണത്താൽ മിസ്സായി പോയിട്ട് ഓയിൽ കിട്ടിയില്ല എന്നും പറഞ്ഞൊരു മെസ്സേജും കൂടെ വിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.